സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആന്ധ്ര സ്റ്റൈൽ പപ്പു റെസിപ്പിയാണ്. സോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് ലഞ്ചിന് ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ വല്ല ഡിന്നറിനും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ 2 in 1 പർപ്പസായി ഇതുണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ ഒരേ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഒരു പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ആഡ് ചെയ്യാം. എനിക്കിപ്പം 1 മതി. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില വേണം നിർബന്ധമില്ല, പകരം വേണമെങ്കിൽ പാലക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഒന്നൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി, മുളക് പൊടി, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഞാനിവിടെ കുറച്ച് നേരം കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പും കടലപ്പരിപ്പും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടും കൂടെ ഏകദേശം 1 കപ്പ് ഉണ്ടാവും. ഞാൻ മെഷറൊന്നും ചെയ്തില്ല എടുത്തപ്പോൾ. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ രാത്രിത്തേക്കും കൂടെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മിക്സഡ് ദാൽ വെച്ചിട്ടും സെയിം റെസിപ്പി ഉണ്ടാക്കാം. ഇന്നിപ്പം കടലപ്പരിപ്പും തുവരപ്പരിപ്പും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അധികം വെള്ളം ആവശ്യമില്ല. നമ്മുടെ പരിപ്പ് വേഗമായിരുന്നു. പിന്നെ നമുക്കിത് ഇത്തിരി സെമി ലൂസായിട്ടുള്ള സാധനമല്ലേ, ഒരുപാട് വാട്ടറി അല്ലല്ലോ. പിന്നീട് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളുക. വേണം കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസിനെസ് ഒക്കെ കറക്റ്റായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4-5 വിസിൽ വേണം പരിപ്പ് വേകാൻ. 4-5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. സോ നമ്മുടെ കുക്കറൊക്കെ തുറന്ന് നോക്കാം, പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയണ്ട, ചില പരിപ്പൊക്കെ കുറച്ചൊന്നും കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് വെന്തതല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഈ ഒരു തിക്നെസ്സാണ് ഇതിന് നല്ലത്. ഇനി ഇത് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തിക്കായി പോയി എന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തോന്നിയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. നമുക്കിതിൽ കടുക് വറുത്ത്, കടുകും ഉഴുന്ന് പരിപ്പും റെഡ് ചില്ലി ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് കടുക് വറുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം. കടുക് ഉഴുന്നത് കുറച്ച് കായപ്പൊടി, പൊട്ടട്ടെ. ഇനി നമുക്കിത് ഇതിലോട്ട് നമ്മുടെ പരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് കറി റെഡി. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൂട്ടാൻ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിൽ വേരിയേഷൻസ് ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ ഒരു സ്പൂൺ കോക്കനട്ട്, നല്ല തിരികെ തേങ്ങ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. പിന്നെ പുളി പോരാൻ തോന്നുന്നവർക്ക് വേണമെങ്കിൽ, തക്കാളിയുടെ പുളി പോരാൻ തോന്നുന്നവർക്കാണെങ്കിൽ കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ലോഗ്സ്. See you in the next recipe. Bye bye.